ദേശീയപാതയിൽ പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തീകരിച്ചില്ല. കുടിവെള്ളം കിട്ടാതെ 100-ലധികം കുടുംബങ്ങൾ ദുരിതത്തിൽ. അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നിവേദനം. കക്കാട് മേഖലയിലാണ് കുടിവെള്ള പൈപ്പ് ലൈൻ നിർമ്മാണം വൈകുന്നത്. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂലത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. കക്കാട് മേഖലയിൽ ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ നിർമ്മാണം വൈകുന്നതുമൂലം ദുരിതത്തിലായത് 100-ലധികം കുടുംബങ്ങൾ. ഒരു മാസത്തോളമായി കുടിവെള്ളം ലഭിക്കാത്തതിനാൽ പല കുടുംബങ്ങളും പുറത്തുനിന്ന് പണം നൽകി വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. കക്കാട് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ദേശീയപാതയിലെ പൈപ്പ് ലൈൻ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും കുടിവെള്ളം കിട്ടാത്ത സമയങ്ങളിലും കൃത്യമായി വരുന്ന വാട്ടർ അതോറിറ്റിയുടെ ബില്ലിൽ കുടുംബങ്ങൾക്ക് ഇളവ് അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടും പൊതുപ്രവർത്തകനായ കക്കാട് കരിമ്പിൽ സ്വദേശി ടി.പി. ഇമ്രാൻ ജലവിഭവ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർക്കും ദേശീയപാത അധികൃതർക്കും നിവേദനം നൽകി. കൂടാതെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ കുടിവെള്ളക്ഷാമം നേരിടുന്ന കുടുംബങ്ങൾക്ക് നഗരസഭ സൗജന്യമായി കുടിവെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ കക്കാട് മേഖലയിലെ ഈ ഡ്രെയിനേജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം ഇതിന്റെ പൈപ്പ് ലൈനിന്റെ വർക്ക് കൂടിയും അതോടൊപ്പം നടക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പെരുന്നാൾക്ക് വെള്ളം കിട്ടിയതാണ് ഈ കക്കാടിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക്. ഇപ്പോൾ അതിനുശേഷം ഈ കടുത്ത വേനലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് പോലും ഈ പ്രദേശത്തിന്റെ വിവിധ മേഖലകളിലുള്ള 100-ലധികം വീടുകളിലെ ആളുകൾക്ക് വെള്ളം കിട്ടാത്തൊരു സ്ഥിതിയാണുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പുതിയ ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനാൽ അതോടൊപ്പം പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. എന്നാൽ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നതാണ് പ്രശ്നത്തിന്റെ പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിനു ശേഷം 2 വർഷത്തോളമായിട്ട് കക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ മാത്രമാണ് വെള്ളം ലഭിക്കുന്നത്. കടുത്ത വേനൽ സമയത്ത് പോലും ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ്. കേരള വിഷൻ, കക്കാട്.